ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ കയ്യിൽ പഴയ ആക്സസ്, ഡിയോ അല്ലെങ്കിൽ ആക്ടിവ ഇതിൽ ഏതെങ്കിലും ഉണ്ടോ? ഒഴിവാക്കിയതായാലും മതി. ഈ വണ്ടികൾ നല്ലൊരു പവർഫുൾ ഇലക്ട്രിക് സ്കൂട്ടർ ആക്കി മാറ്റണോ? പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഇത് RTO അപ്രൂവ്ഡ് ഇലക്ട്രിക് കൺവേർഷൻ കിറ്റ് ആണ്. ഈ കാണുന്നതാണ് കിറ്റ്. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാറിയ മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയാണ് ഈ ഇലക്ട്രിക് കൺവേർഷൻ കിറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തിന്, എങ്ങനെ, ലാഭമാണോ നഷ്ടമാണോ? കൺവേർഷൻ കിറ്റ് നമ്മുടെ വണ്ടിയിൽ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? വിശ്വസിക്കാമോ? രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ, നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ അപ്പോൾ എന്ത് ചെയ്യും, തുടങ്ങിയ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ വീഡിയോയിലുണ്ട്. വെൽക്കം ടു മൈ ചാനൽ അണ്ടർ ദ സ്റ്റാർസ്. എന്റെ പേര് ശ്യാം വിഷ്ണോത്ത്. മാർക്കറ്റിൽ നല്ല വണ്ടികൾ കിട്ടാനുണ്ട്. ഏത്തർ, ബജാജ് ചേതക്, TVS IQUBE, ഓല, ഇറങ്ങാൻ പോകുന്ന സിമ്പിൾ വൺ, അങ്ങനെ കുറെ. ഇതൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് വെറുതെ പഴയ സ്കൂട്ടർ ഇലക്ട്രിക് ആക്കുന്നത് എന്ന ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. ഉത്തരം വളരെ സിമ്പിൾ ആണ്. ഒരു പുതിയ ഡീസന്റ് വണ്ടി വാങ്ങിക്കണമെങ്കിൽ റോഡിൽ ഇറങ്ങുമ്പോഴേക്കും 1.5 ലക്ഷം രൂപ വേണ്ടി വരും. നിങ്ങളുടെ പഴയ സ്കൂട്ടർ ഒന്ന് പെയിന്റ് അടിച്ച് ഇലക്ട്രിക് ആക്കിയാൽ പുതിയതുപോലെ തന്നെ ഉണ്ടാകും. പിന്നെ ഈ വണ്ടിയുടെ മോട്ടോർ ചൈനയുടേതല്ല. സ്റ്റാറിയ മൊബിലിറ്റി സ്വന്തമായി അവരുടെ ഫാക്ടറിയിൽ തന്നെ നിർമ്മിച്ചതാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടി വേണ്ട. അതേപോലെ വണ്ടിയോടുള്ള അറ്റാച്ച്മെന്റ് കാരണം പഴയ വണ്ടി വിൽക്കാൻ ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. 1.5 ലക്ഷം രൂപ കൊടുത്ത് പുതിയൊരു വണ്ടി വാങ്ങുന്നതിന്റെ പകുതിയിൽ താഴെ വിലയ്ക്ക് നിങ്ങൾക്ക് ഇത് ചെയ്യാനും സാധിക്കും. മോട്ടോറും കൺട്രോൾ യൂണിറ്റും വരുന്ന സെറ്റിന് 35,000 രൂപയും ബാറ്ററിക്ക് 30,000 രൂപയും, അതായത് 65,000 രൂപയുണ്ടെങ്കിൽ സംഗതി ഓക്കെ. പക്ഷേ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ അവർ എടുക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എഞ്ചിൻ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ മൊത്തം 67,000 രൂപയാകും. അതായത് എഞ്ചിന് അവർ വിലയിട്ടിരിക്കുന്നത് 2,000 രൂപയാണ്. എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയയും ഇല്ല ഫ്രണ്ട്സ്. 10 വർഷം പഴക്കമുള്ള ഒരു ആക്ടിവയുടെ എഞ്ചിന് എത്ര രൂപയാകും? അറിയുന്നവർ ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ. ഈ പറഞ്ഞ 65,000 രൂപയിൽ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. അസംബ്ലിംഗ്, RTO പോലുള്ള എല്ലാ കാര്യങ്ങളും. നിങ്ങളുടെ വെള്ള നമ്പർ പ്ലേറ്റ് പച്ച കളർ ആകുമെന്ന് മാത്രം. 5.5 കിലോവാട്ടിന്റെ പവർഫുൾ ബെൽറ്റ് ഡ്രൈവ് മോട്ടോറാണ് ഈ കിറ്റിൽ വരുന്നത്. അല്ലെങ്കിൽ 7.3 BHP എന്ന് പറയാം. അതേപോലെ 24 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ആണ് ഈ മോട്ടോറിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്നത്. 75 km/h ആണ് ഈ കിറ്റിൽ നിന്നും ലഭിക്കുന്ന ടോപ്പ് സ്പീഡ്. 0 മുതൽ 40 km/h സ്പീഡ് മറികടക്കാൻ 3.7 സെക്കൻഡ്സ് ആണ് വേണ്ടത്. 2.4 kWh ലിഥിയം അയൺ ബാറ്ററിയാണ് ഈ കൺവേർഷൻ കിറ്റിൽ വരുന്നത്. ബാറ്ററി ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ 70 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കും. അയ്യോ, 70 കിലോമീറ്ററോ? അവിടെയാണ് പണി പാളിയത്. ബാക്കിയെല്ലാം വലിയ കുഴപ്പമില്ലാതെ വരികയായിരുന്നു. എന്തായാലും ബാക്കി പറയാം. ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ 3.5 മണിക്കൂറാണ് വേണ്ടത്. ഫാസ്റ്റ് ചാർജറിലാണെങ്കിൽ 1.5 മണിക്കൂറിൽ താഴെയും മതി. കൂടാതെ സ്ട്രയ മൊബൈൽ ആപ്പ് വഴി ബാറ്ററി ചാർജ് ചെയ്യാൻ സബ്സ്ക്രിപ്ഷൻ പാക്കേജും ഉണ്ട്. 750 രൂപ അടച്ചാൽ 1000 കിലോമീറ്റർ സഞ്ചരിക്കാം. അതിനായി സിറ്റിയുടെ പല ഭാഗങ്ങളിലും ബാറ്ററി സ്വാപ്പിംഗ് ഓപ്ഷൻ ഉണ്ടായിരിക്കും. നിലവിൽ ബാംഗ്ലൂർ മാത്രമാണ് സ്ട്രയ മൊബിലിറ്റിക്ക് ഇങ്ങനെ ഒരു യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. 3 മാസങ്ങൾക്ക് ശേഷം കസ്റ്റമർ ഫീഡ്ബാക്ക് അനുസരിച്ച് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും യൂണിറ്റുകൾ തുടങ്ങുമെന്നാണ് കമ്പനി അറിയിച്ചത്. നമുക്ക് കേരളത്തിൽ നിന്നും വണ്ടി അവിടം വരെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ കൊണ്ടുപോയാൽ അവർ നമുക്ക് ഇലക്ട്രിക് കൺവേർഷൻ കിറ്റ് ചെയ്തു തരുമെന്നും പറയുന്നുണ്ട്. 2 വലിയ പോരായ്മകളാണ് ഞാൻ മനസ്സിലാക്കിയത്. ആദ്യത്തേത് റേഞ്ച് വളരെ കുറവാണ് എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ബൂട്ട് സ്പേസ് 3-ൽ 1 ചെറുതാകും എന്നുള്ളതുമാണ്. ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് പോലും വെക്കാൻ സാധിക്കില്ല. ഒറിജിനൽ ബൂട്ട് സ്പേസിൽ മോട്ടോർ യൂണിറ്റിന്റെ കുറച്ച് ഭാഗങ്ങളും ബാറ്ററിയും വരും. പെട്രോൾ ടാങ്ക് ഒഴിവാക്കിയാൽ കിട്ടുന്ന പിന്നിലെ ഈ ഒരു ചെറിയ ഏരിയ മാത്രമായിരിക്കും പിന്നെ ഈ വണ്ടിയിലെ ബൂട്ട് സ്പേസ്. ഇലക്ട്രിക് കൺവേർഷൻ കിറ്റ് ചെയ്തതിന് ശേഷം വണ്ടിക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ മാറ്റങ്ങളും കൂടാതെ ചെറിയൊരു മാറ്റം കൂടി ഉണ്ടാകും. സ്പീഡോമീറ്ററിന്റെ താഴെയുള്ള ഫ്യൂൽ ഗേജ് ബാറ്ററി ചാർജ് ഇൻഡിക്കേറ്ററായി മാറും. അത്രമാത്രം. ബുക്ക് ചെയ്യേണ്ടവർക്ക് 99 രൂപ കൊടുത്ത് ഇപ്പോൾ ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യാനുള്ള ലിങ്കും സ്ട്രയ മൊബിലിറ്റി ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ചെയ്ത വീഡിയോ ലിങ്കും അതുപോലെ അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നേരിട്ട് തന്നെ നിങ്ങൾക്ക് അവരെ വിളിച്ച് സംശയങ്ങൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്.